ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻഷൂസ് വൈബ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലെ ദമാമിലെ ഹെറിറ്റേജ് വില്ലേജ് ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആർക്കിടെക്റ്റിലാണ് ഈ ബിൽഡിംഗ് പണിഞ്ഞിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ലുക്ക് ഒരു കോട്ടയുടേതാണ്. ഹെറിറ്റേജ് വില്ലേജിൻ്റെ വാതിൽ എന്തൊരു വലുതാണെന്ന് നോക്കിയേ ഗായ്സ്. ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് പോയി. ആദ്യം തന്നെ കാണുന്ന ലോബി കഫേ എന്ന് പറയുന്ന ഒരു കഫേയാണ്. ഇവിടെ സ്പെഷ്യൽ സ്പൈസസ് കൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള ഡിഷസൊക്കെ നമുക്ക് കിട്ടും. ഒരു അറേബ്യൻ സ്റ്റൈലിലെ ഡിഷുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. സീ ഫുഡ് ലവേഴ്സിന് എൻജോയ് ചെയ്യാനുള്ള നല്ല ഡിലീഷ്യസ് ഡിഷ് ഇവിടെ കിട്ടും. ഈ ഹാളിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന ഈ കഫേയിലെ സീറ്റിങ്സ് ഒക്കെയാണ്. ഈ കാണുന്ന അൽ മസ്മക് ഹാളാണ്. ഈ ഹാളിൽ പാർട്ടിയും സെമിനാറും മീറ്റിംഗ്സ് ഒക്കെ നടത്താൻ പറ്റും. പിന്നെ ഇവിടെ ഒരുപാട് ആൻറ്റി കളക്ഷൻസ് ഉണ്ട്. $1,500 ആൾക്കാരെ കൊള്ളുന്ന ഒരു ഹാളാണിത്. ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ ഈ ഹോട്ടലിൻ്റെ ആണ്. അതും ബ്യൂട്ടിഫുൾ ആണ്. ഈ റൂമുകളിലൊക്കെ മജ്ലിസുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡോറിലെ കൊത്തുപണികളൊക്കെ കണ്ടോ ഗായ്സ്, എന്തൊരു മനോഹരമാണെന്ന് നോക്കി. ഈ സീലിങ്ങിൽ സ്റ്റിക്കുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണുള്ളത്. ഇത് കാണാൻ നല്ല മനോഹരമാണ്. സ്റ്റിക്കുകളുടെ ഇടയ്ക്കൊക്കെ റാന്തലും തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നല്ല ഓൾഡ് വുഡിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. നമുക്കൊരു നല്ല ഫീല് നൽകും. ഈ വാളിലെ ആർട്ട് വർക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോർ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഫ്ലോർ മൊത്തം ആൻറ്റി കളക്ഷൻസ് ഒക്കെയാണ്. നമുക്ക് അവിടെ പോയിട്ട് അതെല്ലാം കാണാം. അസീർ, ജിസാൻ, തായിഫ്, അൽബാഹ എന്നീ പ്രദേശങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആൻറ്റിക് ഐറ്റംസിൻ്റെ ഒരു വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട്. പഴയ കാലത്തെ ക്ലാസ് റൂമുകളുടെ മോഡലാണ് ഈ കാണുന്നത്. ഇവിടെ സാറും കുട്ടികളുടെയൊക്കെ മോഡലുകളുണ്ട്. ഇതൊരു
സ്റ്റുഡിയോ ആണ്. നമുക്ക് ഈ സൗദികളുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഫേമസ് ആൾക്കാരുടെ കാരിക്കാച്ചറാണ് ഈ കാണുന്നത് മൊത്തം. നമുക്കിവിടെ വന്ന് കാരിക്കാച്ചറൊക്കെ വരയ്ക്കാം. ഈ കാണുന്ന മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ്. എൻട്രൻസിൻ്റെ പുറത്ത് തന്നെ ഒരു സ്യൂട്ട് കേസും 2 ഡിസൈൻ വർക്ക് ചെയ്ത ബോക്സും ഉണ്ട്. ഇതിൻ്റെ പിടി കാണാൻ നല്ല രസമാണ്. മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ തന്നെ പണ്ട് കാലത്തെ കയ്യെഴുത്ത് ഖുറാൻ തൊട്ട് ഇപ്പോഴത്തെ ഖുറാൻ്റെ വരെ ഒരു കളക്ഷൻ ഉണ്ട്. വെള്ളമെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പലതരം പാത്രങ്ങളാണ് ഈ കാണുന്നത്. സ്പൂണുകളും പെബിൾസും വേറെ കുറേ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. കുറേ കൺട്രീസിൻ്റെ ഓൾഡ് നോട്ട്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അടുത്ത നമ്മൾ കോയിനിൻ്റെ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. പല ഷേപ്പിലും സൈസിലും കുറേ കോയിനുകൾ ഇവിടെ ഉണ്ട്. ഈ വലിയ കോയിനുകൾ ചാക്ക് കണക്കിന് നിറച്ചു വെച്ചിട്ടുണ്ട്. ഈ കോയിനുകൾ കണ്ടോ ഗായ്സ്, ടൈൽ കട്ടറിൻ്റെ ബ്ലേഡ് പോലുണ്ട്. അരി അരയ്ക്കുന്ന കല്ലാണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കുക്കിംഗ് പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അരകല്ലും അറേബ്യൻ സ്റ്റൈലിലെ ടീപോട്ടും ഉണ്ട്. ഈ ഇരിക്കുന്ന പഴയ വാഷ് ബേസിനാണ്. ഒരുപാട് കൺട്രികളുടെ സ്റ്റാമ്പ് കളക്ഷൻ ഇവിടെ ഉണ്ട്. പഴയ കാലത്തെ പ്രധാന കാര്യങ്ങളുടെ പത്രക്കട്ടിങ്സ് ആണ് വെച്ചിരിക്കുന്നത്.
ഫാമിങ്ങിനുള്ള ടൂൾസാണ്. ഇവിടെ ടൈപ്പ് റൈറ്ററിൻ്റെ ഓരോരോ കളക്ഷൻ ഉണ്ട്. ഈ ഇരിക്കുന്ന ഒരു സ്നേക്കിൻ്റെ സ്കിന്നാണ്. ഈ കാണുന്ന പഴയ കാലത്തെ വസ്ത്രങ്ങൾ നെയ്യുന്ന മെഷീനാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഓർണമെന്റ്സ് ആണ് ഈ കാണുന്നത്. കൂടുതലും ബ്ലാക്ക് മെറ്റൽസ് വെച്ചാണ് ഈ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദമാം ഹെറിറ്റേജ് വില്ലേജിൻ്റെ വീഡിയോ ഇവിടെ തീരുന്നില്ല. പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.